നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ബോച്ചെ പ്രമുഖ നടി ഹണി റോസ്ജിയുമായിട്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിന്മേൽ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ വരുന്നത്. അതായത് അന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരു ഡബിൾ മീനിങ്ങോടെ സംസാരിക്കുക എന്നുള്ളത് ബോച്ചെ ഇതിന് മുൻകാലങ്ങളിലും ഇപ്പോൾ ഇവർ ഉദ്ഘാടകയായി വരുന്നതിൻ്റെയൊക്കെ മുൻകാലങ്ങളിലും അദ്ദേഹവുമായിട്ടുള്ള പല മറ്റുള്ള പെൺകുട്ടികളുമായിട്ടൊക്കെ നടത്തിയ പല ഇൻ്റർവ്യൂകളിലൊക്കെ നമുക്ക് കാണാം. അദ്ദേഹം ഒരു തമാശയായിട്ടാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയോ അദ്ദേഹത്തിൻ്റെ മനോനിലയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു തമാശയായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അദ്ദേഹം ഒരു ചെറിയൊരു ഡബിൾ മീനിങ് ആണ് നമുക്ക് തോന്നുന്ന രീതിയിൽ തുടങ്ങി, പിന്നീട് അത് ഒരു തമാശയാക്കിയിട്ടൊക്കെ മാറ്റും. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. അപ്പോൾ പ്രമുഖ നടിയുടെ കേസെടുക്കുകയാണെങ്കിലും അദ്ദേഹം അവരെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം, പക്ഷേ ഒരു മോശമായ ഒരു വാക്ക് ഉപയോഗിക്കുന്നു. പക്ഷേ ആ കുട്ടി അതിന് ശേഷം അവരുടെ മാനേജറെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ വിചാരിക്കുന്നത് വേറൊരാളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യുന്നു. ഇനിയിപ്പോൾ മാനേജർ കൃത്യത്തോട് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, അത്രയും ആ വിഷയം നമുക്കറിയില്ല. പക്ഷേ സാധാരണ രീതിയിൽ മാനേജർ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് ജസ്റ്റ് ആ കുട്ടി അപ്പോൾ തന്നെ സ്ട്രെയിറ്റ് വിളിച്ച് സോറി കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഇനി അത് മനസ്സിൽ വെക്കേണ്ട, അത് ഇനി എൻ്റെ ഭാഷ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ നടിയെന്നല്ല ഒരു നടിയും ഇദ്ദേഹത്തിനെതിരെ പിന്നീട് ഒരു കേസിലേക്ക് പോവില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നുവെങ്കിൽ. പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്, അവരില്ലാത്ത വേദികളിലും പിന്നീട് വേറൊരു ഉദ്ഘാടന സമയത്തും എന്തോ ഒരു വാക്കുകൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ മറ്റുള്ള ഇൻ്റർവ്യൂയുടെ സമയത്തും അനാവശ്യമായി അവരുടെ പേര് പരാമർശിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവർ കോടതിയിലും കുന്തി ദേവി എന്ന് വിളിച്ചോ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മാത്രമല്ല, അതിന് മുമ്പ് നടന്ന പല വീഡിയോസും അതിന് ശേഷം ഈ നടിയുമായി ബന്ധപ്പെട്ടതല്ല മറ്റു പല വീഡിയോസും ഇങ്ങനെ അദ്ദേഹം അങ്ങനെ ഡബിൾ മീനിങ്ങിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് തുടക്കം ജാമ്യം കൊടുക്കാതെ പോയതും പിന്നീട് ജാമ്യം കിട്ടുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തിയതും. അപ്പോൾ ഇതൊരു നമുക്ക് ഇതേപോലുള്ള ഡബിൾ മീനിങ് തമാശകൾ പറയുന്ന ആളുകൾ വേറെയും ഉണ്ട്. പക്ഷെ പ്രശ്നം അത് നമ്മളുടെ ഒരു ഫ്രണ്ട് സർക്കിളിലോ നമ്മളുടെ മനോനില നമ്മളുടെ മാനസിക നിലയുള്ള ആളുകളോട് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ അതല്ലാത്ത ആളുകൾക്ക് അത് ചിലപ്പോൾ അവർക്ക് അത് ഫീൽ ചെയ്യും. ഒന്നുകിൽ നമ്മളോട് അപ്പം തന്നെ നമുക്ക് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാൻ പറ്റണം, അതല്ല എങ്കിൽ ചിലപ്പോൾ ഇതേപോലെ പോലീസ് കേസും ചിലപ്പോൾ നമുക്ക് ശിക്ഷയൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് ഞാനന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യമുണ്ടോ? ചിലരൊക്കെ പറയുന്നത് ഈ സിനിമാ നടിമാർ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ആളുകൾ കൂടുന്നതിൻ്റെ പ്രധാന കാരണം ലൈംഗിക ദാരിദ്ര്യമാണ്. അതായത് ഇപ്പോൾ കേരളത്തിലെ പുരുഷന്മാരെല്ലാം ഭയങ്കര ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് പെണ്ണുങ്ങളെ കണ്ടു പരിചയമില്ല. അപ്പോൾ ഒരു നടി വരുമ്പോൾ അത്തരം ഉദ്ഘാടനങ്ങൾക്ക് ആണുങ്ങൾ ഇടിച്ചു കയറി കാണുന്നത് ആണുങ്ങളുടെ മനോവൈകൃതമാണ്. അതായത് ചെറിയൊരു സൈക്കിക് പ്രോബ്ലം ഉള്ളവരാണ് ഈ നടിമാരുടെ ഉദ്ഘാടനത്തിന് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കുറേ അനാവശ്യം കമൻറ്റ്സ് പലപ്പോഴും കാണാറുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു പുരുഷന്മാരെ നാണം കെടുത്തുന്നതിന് തുല്യമാണ്. കേരളത്തിലെ മൊത്തം പുരുഷന്മാരെ നാണം കെടുത്തുന്നതിന് തുല്യമാണ് പുരുഷന്മാർക്ക് ഈ ലൈംഗിക വൈകൃതം കൊണ്ടാണ് നടിമാരെ ഉദ്ഘാടനം ചെയ്യുന്നത് കാണാൻ വരുന്നു എന്നൊക്കെ പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒരു നടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സ്ഥലത്ത് ഒരാൾ എത്തുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ നടിയുടെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ സെലിബ്രിറ്റിയെ കാണാം, പറ്റുമെങ്കിൽ ഫോട്ടോ എടുക്കാം, ഈ മാനസികാവസ്ഥയിലാണ് വരുന്നത്. അല്ലാതെ കേരളത്തിലെ മൊത്തം ജനങ്ങളും മൊത്തം പുരുഷന്മാരും അല്ലെങ്കിൽ ഈ നടിമാർ വരുന്ന ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവിടെ കൂടുന്ന ആണുങ്ങൾ മൊത്തം പെണ്ണുങ്ങളെ കാണാത്തൊരു ഒരുക്കെന്തോ ഒരു നടീനൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു കാട്ടിക്കൂട്ടൊന്നും തെറ്റിദ്ധരിക്കരുത്. അത്തരം ഡയലോഗ്സ് ദയവ് ചെയ്താരും മെസ്സേജ് അയക്കരുത്. മൊത്തം ആളുകളെ നാണം കെടുത്തരുത്. പല ആളുകൾക്ക് ഇതൊരു പാഠമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഈ മനോനില കൊണ്ട് നടക്കുന്ന പല ആളുകൾക്ക് ഇതൊരു പാഠമാണ്. നമ്മുടെ നിലവാരത്തിലുള്ള ആളുകളോട് തമാശ പറയുക, അതേപോലെ വേറൊരാൾ മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.